ആണുങ്ങൾക്ക് എന്താന്ന് വെച്ചാല് അവരെ എല്ലാം ഈ സ്ത്രീകൾ മുഴുവനും ചീത്ത പറയും അടിക്കുകയൊക്കെ ചെയ്യുന്നു. അവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. പിന്നെ അവരെതൊക്കെ പറയും. എന്ത് ചെയ്യും? പ്രായോഗിക ജീവിതത്തിൽ അങ്ങനെയാണോ ചേച്ചി? സാധാരണ ജീവിതത്തിൽ അങ്ങനെയാണോ? പരസ്പര ബഹുമാനത്തോടെ ജീവിക്കണ്ടേ? നമ്മുടെ സാധാരണ ജീവിതത്തില് പരസ്പര ബഹുമാനത്തോടെ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു കഥയല്ലോ സമ്മതിച്ചല്ലോ. ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കഥ മാത്രം സീരിയലിൽ കണ്ടോണ്ടിരിക്കണം അനുഭവിക്കപ്പെടുന്ന പുരുഷന്മാരുടെ കഥയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിപ്പോ ചേച്ചി സംബന്ധിച്ചത് അങ്ങനല്ല. അങ്ങനെയുള്ള കഥ മാത്രം ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. സുഗമോദേവി സീരിയലിൽ ഞാൻ ഭാർഗവി എന്ന് പറഞ്ഞ അമ്മയായിട്ട് അഭിനയിക്കുന്ന അവിടുത്തെ ഒരു അപ്പൂപ്പൻ കിടന്ന് ഉറങ്ങുകയാണ്. ഈ ഭാർഗവി നിങ്ങൾ പറയണില്ലേ ഭാർഗവി ചിരിക്കും എന്നൊക്കെ, അങ്ങേർക്ക് ഭാർഗവിയുടെ ഒച്ചയായിട്ട് എഴുന്നേറ്റ് വരുന്ന ഒരു അപ്പൂപ്പനുണ്ട്. അറിയാം നിങ്ങൾക്ക്? അവരും കാണുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അതേപോലെ ആ സീരിയൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പല പല കാര്യങ്ങളും എല്ലാ സീരിയലും സീരിയലുകളെ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കും. അതാ പറഞ്ഞ അതുപോലെ അതിന് കുഴപ്പമില്ല. മറുപടി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആന്റിയോടാണ്. ബിക്കോസ് ഇവരെല്ലാരും കുറെ ആക്ട്രസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ആന്റി എന്ന് പറയുമ്പോ ഈ റീസെന്റ് ഒരു വീട്ടമ്മയിൽ നിന്നാണ് ഒരു ആക്ട്രസ് ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് ഇവർ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ പറയുന്നുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ആന്റി എത്രത്തോളം യോജിക്കുന്നു? ആ വീട്ടമ്മയിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോ ഉണ്ടായ ഒരു ഷിഫ്റ്റിനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്. മോളെ മോക്കറിയാത്തൊരു കാര്യമുണ്ട്. മികച്ച നാടക നടിയായിരുന്നു ചേച്ചി. നമ്മളൊക്കെയാണ് വീട്ടമ്മയിൽ നിന്ന് വന്നത്. ചേച്ചി പ്രൊഫഷണലി മികച്ച ഒരു ആർട്ടിസ്റ്റ്. ഞാൻ കണ്ടിരിക്കുന്നത് അതെ എൻ സാറിന്റെ സമിതിയിലുണ്ട്. എൻ സാറിന്റെ വിശ്വകേരള കലാസമിതി. എന്താ വേണ്ടത്? നാടകത്തിലെ അവസാന വാക്ക് അദ്ദേഹമായിരുന്നു. ഓക്കെ, ഇങ്ങനെ മൂക്കിലേക്ക് ഒരു സംഭവമൊക്കെ ഉണ്ട്. റെഡി. ഞാൻ കണക്ക് ചമ്പകരാമൻ, കാബാലിയ, പ്രേതലോകം ഇതിലൊക്കെ അഭിനയിച്ചു. ഇല്ല റെഡി. പിന്നെ വീട്ടമ്മയല്ലെന്ന് മനസ്സിലായല്ലോ. അതായത് അഭിനയിച്ചിട്ട് പിന്നെ മോന്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ നിർത്തി വെച്ചതാണ്. മോളെ മലയാള നാടകവേദിയില് ഈ നാടകത്തിൽ തുറന്ന് നാടകം എഴുതണമെന്നും പ്രമേയം കുറച്ച് കൂടുതൽ തുറന്നാലും കുഴപ്പമില്ലെന്ന് വിശ്വസിച്ച വളരെ ഒന്നോ രണ്ടോ ആൾക്കാരിൽ ഒരാളാണ് സാറ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആത്മകഥ നിങ്ങളെടുത്ത് വെച്ച് വായിക്കണം. ഞാനെന്നാണ് ഇവരൊക്കെ വായിച്ച് ബോധം കിട്ടി വീണ് കാണും. പക്ഷേ ഞാൻ എന്നുള്ള ആത്മകഥ വായിച്ചാൽ മാധവിക്കുട്ടിയുടെ എന്റെ കഥ പോലെ എന്തൊക്കെ തുറക്കാം അതെല്ലാം തുറന്നിട്ടുണ്ട് അല്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഇനി ഓർമ്മിക്കണ്ട. പറഞ്ഞു പറഞ്ഞു തരും. ഓക്കെ, ഇനി വിശ്വകേരള കലാസമിതിയിൽ ഓമന ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു. ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ചിറ്റ ഉണ്ടായിരുന്നു. ചിറ്റ അഭിനയിക്കുന്നില്ല, പക്ഷെ നമുക്ക് സംവിധാനം ചെയ്യാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചിറ്റ ഉണ്ടായിരുന്നു, വിജയരാഘവൻ കുട്ടൻചേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ എൻ എം പിള്ള സാറ് കണക്ക് ചെമ്പകരാമൻ എന്ന നാടകത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ബാക്ക്ഗ്രൗണ്ട്. ഒരു വീട്ടമ്മയായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടതല്ല. ഓക്കെ, നല്ല നാടക കളരിയായിരുന്നു. ഇനിയിപ്പോ ചോദിച്ച ഉത്തരം പിന്നെ മോന്റെ സീരീസിലൂടെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ എനിക്കിതെല്ലാം ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് തിരിച്ചിതിലേക്ക് വന്നത് തന്നെ. എനിക്ക് ചെറുതിലേ മുതലേ എന്റെ ആഗ്രഹമായിരുന്നു അതിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെ നാടകത്തിൽ തിരിച്ചു പോയോ? ഇല്ലില്ല. ഇവിടെ തന്നെ നിൽക്കും. അതെ ഒരു ഭീഷണി കൊടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.